നമസ്കാരം. പ്രവാസികൾ സ്നേഹത്തണലിലേക്ക് എത്തിത്തുടങ്ങി. വലിയൊരു ദൗത്യത്തിൻ്റെ തുടക്കമാണ്. ആദ്യ സംഘം കൊച്ചിയിലും കോഴിക്കോടുമായി എത്തിക്കഴിഞ്ഞു. കൂടുതൽ പ്രവാസികളും വരും മണിക്കൂറുകളിൽ നാടണയും. ആശങ്കകളുടെ പ്രവാസത്തിൽ നിന്നുകൂടിയാണ് നമ്മുടെ സഹോദരങ്ങൾ കയ്യെത്തും ഇടത്തേക്ക് വന്നു ചേരുന്നത് എന്നത് വലിയ ആശ്വാസം. പക്ഷേ നാം സ്വീകരിക്കേണ്ട കരുതലുകൾ ചെറുതല്ല. അത് കോവിഡ് പ്രതിരോധത്തിലും വിമാനമിറങ്ങുന്ന മലയാളികളുടെ പ്രതീക്ഷകളിലും. കൈരളി തത്സമയ വാർത്തകളിലേക്കും ചർച്ചകളിലേക്കും പോകുമ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം വിദഗ്ധരും ചേരുന്നു. തൃശ്ശൂരിൽ നിന്ന് KV അബ്ദുൽ ഖാദർ MLA, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ മാധ്യമപ്രവർത്തകൻ ജെയിംസ് ലോറൻസ്, ഒപ്പം വിദഗ്ധൻ കൂടിയായ പ്രൊഫസർ CDS പ്രൊഫസർ ഇരുദയ രാജൻ, കോഴിക്കോട് നിന്നും DYFI ട്രഷറർ SK സജീഷും നമുക്കൊപ്പം ഈ ചർച്ചയിലും ചേരുന്നുണ്ട്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക് പോകാം. പ്രവാസികളുമായി ഇന്ന് രാജ്യത്തെത്തുക 5 വിമാനങ്ങൾ മാത്രം. കേരളത്തിലേക്ക് 2 വിമാനങ്ങൾ. പ്രവാസികളുമായി റിയാദ് കോഴിക്കോട് വിമാനവും മനാമ കൊച്ചി വിമാനവും ഇന്നെത്തും. സിംഗപ്പൂരിൽ നിന്നുള്ള വിമാനം ദില്ലിയിലേക്ക് പുറപ്പെട്ടു. മാലദ്വീപിൽ നിന്ന് 749 ഇന്ത്യക്കാരുമായി INS ജലാശ്വ ഇന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടും. മഹാരാഷ്ട്രയിൽ അതിഥി തൊഴിലാളികളുടെ മേൽ ട്രെയിൻ പാഞ്ഞുകയറി 17 മരണം. അപകടം ഉണ്ടായത് ഔറംഗാബാദ് നന്ദേദ് പാതയിൽ. ട്രെയിൻ പാഞ്ഞുകയറിയത് പാളത്തിൽ ഉറങ്ങിക്കിടന്നവരുടെ മേൽ. മരിച്ചവരിൽ കുട്ടികൾ. രാജ്യത്ത് കോവിഡ് മരണം 1886 24 മണിക്കൂറിനിടെ 3500ഓളം പേർ രോഗബാധിതരായി. മഹാരാഷ്ട്രയിൽ മരണസംഖ്യ 700ലേക്ക്. മധ്യപ്രദേശിൽ പോലീസുകാർക്ക് കൂട്ടമായി കോവിഡ് ബാധിക്കുന്നതായി ആശങ്ക. ആഫ്രിക്കയിൽ കൊറോണ മരണം 2 ലക്ഷം കവിയുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ലോകത്ത് കൊറോണ മരണം 2,70,000 കടന്നു. അമേരിക്കയിൽ മരണസംഖ്യ 76,000 പിന്നിട്ടു. UK-യിലും ബ്രസീലിലും മരണസംഖ്യ ഉയരുന്നു. ആകെ രോഗബാധിതരുടെ എണ്ണം 39 ലക്ഷം കവിഞ്ഞു. വിശാഖപട്ടണത്ത് വീണ്ടും വിഷവാതക ചോർച്ച. കൂടുതൽ പേരെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കുന്നു. RSS നിയന്ത്രണത്തിലുള്ള ക്ഷേത്രത്തിൽ ലോക്ക്ഡൌൺ ലംഘിച്ച് കൂട്ടപ്രാർത്ഥന നടത്തിയതിന് BJP സംസ്ഥാന നേതാവ് അറസ്റ്റിൽ. എരുമപ്പെട്ടി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത പാരായണത്തിൽ പങ്കെടുത്തത് 100-ലധികം ആളുകൾ. കണ്ണൂർ രാമന്തളിയിൽ അതിഥി തൊഴിലാളികളെ കൂട്ടത്തോടെ തെരുവിലിറക്കിയ സംഭവത്തിൽ 14 പേർക്കെതിരെ കേസ്. കൂടുതൽ പ്രവാസികൾ രാജ്യത്തേക്ക് എത്തുകയാണ്. ഇന്ന് പ്രവാസികളുമായി എത്തുക 5 വിമാനങ്ങൾ മാത്രം. കേരളത്തിലേക്ക് 2 വിമാനങ്ങൾ എത്തും. മാലദ്വീപിൽ നിന്നുള്ള ആദ്യ കപ്പലും ഇന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടും. സിംഗപ്പൂരിൽ നിന്നും ദില്ലിയിലേക്കുള്ള വിമാനം ഇതിനകം പുറപ്പെട്ടു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് ചേരുകയാണ് ഈ നിമിഷത്തിൽ. സന്തോഷ്, എന്തെല്ലാം കാര്യങ്ങൾ പുതിയതായി പങ്കുവെക്കാൻ കഴിയുന്നു? കൂടുതൽ വിമാനങ്ങൾ എത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു, പക്ഷേ ഇത് 5 ചുരുങ്ങിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ജോജറ്റ, 9 രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളാണ് ഇന്ന് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷേ അവസാന ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തതിനാൽ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നുമുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആകെ 5 വിമാന സർവീസുകളാണ് ഇന്ന് രാജ്യത്തേക്ക് നടത്തുന്നത്. ഇത് സിംഗപ്പൂരിൽ നിന്നുള്ള വിമാനം രാവിലെ 9:30 പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്നലെ രാത്രി 11:30 ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനം സിംഗപ്പൂരിലേക്ക് തിരിച്ചു. അവിടെ എത്തി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അവരുടെ മറ്റു പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ യാത്രക്കാരുമായുള്ള വിമാനം സിംഗപ്പൂരിൽ നിന്ന് തിരിച്ചിരിക്കുന്നത്. രാവിലെ 11:30 ഇത് ഡൽഹിയിൽ എത്തിച്ചേരും. നേരത്തെ അഹമ്മദാബാദിലേക്കാണ് വിമാനം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷേ ഗുജറാത്തിലെ സ്ഥിതി അതിഭീകരമായി മാറിയിട്ടുണ്ട്. നിരവധി കോവിഡ് രോഗികൾ
റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ആ വിമാനം ഇപ്പോൾ ഡൽഹിയിലേക്ക് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ അവർ 14 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. കേരളത്തിലേക്ക് 2 വിമാനങ്ങൾ തന്നെ ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന് ബഹ്റിൻ നിന്നാണ്. ബഹ്റിനിലെ മനാമയിൽ നിന്ന് വൈകുന്നേരം 4:30 കൊച്ചിയിലേക്ക് പുറപ്പെടും, രാത്രിയോടുകൂടി എത്തിച്ചേരും. UAE-യിൽ നിന്ന് പിന്നെ ദുബായിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒരു വിമാനവും ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ 2:30 പുറപ്പെട്ട് ചെന്നൈയിൽ വൈകുന്നേരം 8:10 എത്തുന്ന രീതിയിലാണ് വിമാനം. 200 യാത്രക്കാരാണ് വിമാനം ഉള്ളത്. മറ്റൊരു വിമാനം കൂടി ദുബായിൽ നിന്ന് ചെന്നൈയിലേക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മാറ്റി ഇപ്പോൾ നാളത്തേക്ക് ആക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിലെ ധാക്കയിൽ നിന്ന് ഡൽഹിയിലേക്ക് 1 മണിയോടുകൂടി എയർ ഇന്ത്യ വിമാനം എത്തും. ഇന്നലെ ഈ ധാക്കയിൽ നിന്ന് ശ്രീനഗറിലേക്ക് 200 യാത്രക്കാരെ 200 പ്രവാസികളെ മാറ്റിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2ാമത്തെ വിമാനമാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നത്. ഈ ബംഗ്ലാദേശ് ഡൽഹി വിമാനത്തിൽ 200 യാത്രക്കാരാണ് ഉള്ളത്. മറ്റൊന്ന് ഇനിയുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റിയാദ്, കാലിക്കട്ട് ഈ വിമാനങ്ങൾ ഇന്ന് രാത്രിയോടുകൂടി തന്നെ എത്തിച്ചേരും. US, മലേഷ്യ, കുവൈറ്റ്, ലണ്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കുവൈറ്റിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള വിമാനമാണ് അവസാന നിമിഷം റദ്ദാക്കിയത്. മറ്റൊരു കാര്യം നടക്കുന്നത്, ഇന്ന് ആദ്യമായിട്ടാണ് ഈ നാവികസേന കപ്പലുകൾ വഴിയുള്ള ഒഴിപ്പിക്കൽ ആരംഭിക്കുന്നത്. മാലിദ്വീപിൽ അതിനുള്ള നടപടികളെല്ലാം പുരോഗമിച്ചിരിക്കുന്നു. രാവിലെ തന്നെ യാത്രക്കാരെ എല്ലാവരെയും അവരുടെ ഈ വിമാനത്തിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഫെറി ടെർമിനലിൽ എത്തിച്ചു. അവിടെ ഇവരുടെ പേപ്പർ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം എല്ലാ യാത്രക്കാരും ഏകദേശം 735 യാത്രക്കാരുടെ ലിസ്റ്റാണ് ഇപ്പോൾ മാലി ഹൈക്കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ 735 യാത്രക്കാരുടെയും ഈ പേപ്പർ വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ വൈകുന്നേരത്തോടെ പുറപ്പെടും. ഇവർക്കൊക്കെ ടിക്കറ്റ് നിരക്കും നിശ്ചയിച്ചിട്ടുണ്ട്. $40 നിശ്ചയിച്ചിരിക്കുന്നത്. $40 എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ രൂപയിൽ എത്തുമ്പോൾ ഏകദേശം 3100 രൂപയാകും. ഈ 3100 രൂപ അത് കുട്ടികളോ മുതിർന്നവരോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും നൽകണം. അങ്ങനെ ടിക്കറ്റ് ചാർജ് നൽകിയവരെ മാത്രമേ കപ്പലിലേക്ക് കയറ്റുകയും കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുള്ളൂ. നാളെ ഈ മാലിദ്വീപിൽ നിന്ന് തന്നെ തൂത്തുക്കുടിയിലേക്ക് മറ്റൊരു നാവികസേനയുടെ കപ്പലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. ദില്ലിയിൽ നിന്ന് സന്തോഷാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഇതാണ് വസ്തുത. കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് എത്താൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഷെഡ്യൂളുകൾ കുറയുന്ന ഒരു പരിതസ്ഥിതിയും പ്രതിസന്ധിയും കൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടി വരുന്നു. എന്തായാലും നമ്മുടെ സഹോദരങ്ങൾ ആദ്യ സംഘം ഇന്നലെ രാത്രി തന്നെ കേരളത്തിലെത്തി. കൂടുതൽ ആളുകൾ വരും നിമിഷങ്ങളിൽ, മണിക്കൂറുകളിൽ നമ്മുടെ നാട്ടിലേക്ക് തിരികെ എത്തും എന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ്. ശ്രീ അജിത് ലോറൻസ്, വളരെയധികം ആശ്വാസം ഉള്ള നിമിഷങ്ങൾ തന്നെയാണ്. പ്രവാസികൾ, നമ്മുടെ സഹോദരങ്ങൾ, അവർ കേരളത്തിലേക്ക് തിരികെ എത്തുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് അവരുള്ളത് നമുക്കും ആശ്വാസമാണ്, അവർക്കും ആശ്വാസമാണ്. തിരിച്ചെത്തുന്നവർക്ക് വലിയ പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒക്കെ തന്നെയാകും ഉള്ളത്. വരാനിരിക്കുന്നവർക്കും അത്തരം പ്രതീക്ഷകൾ തന്നെയാകും. എങ്ങനെ കാണാം ആദ്യ നിമിഷങ്ങളിൽ? നമ്മൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, കേരളം എന്ന് പറയുന്നത് റെമിറ്റൻസ് സ്റ്റേറ്റാണ്. ഇവിടെ നമുക്ക് വിദേശത്തു നിന്ന് ജോലി ചെയ്ത് അയക്കുന്ന പൈസയുടെ ബലത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ഇക്കോണമി തന്നെ നിലനിൽക്കുന്നത്. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഈ നാട്ടിൽ കാണുന്ന വികസനങ്ങളും ആളുകളുടെ ജീവിത നിലവാരവും എല്ലാം തന്നെ വിദേശ പണത്തിൻ്റെ, അതായത് വിദേശത്തു നിന്ന് അയക്കുന്നവരുടെ റെമിറ്റൻസ് കൊണ്ടുണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ എത്രത്തോളം നമുക്ക് ഈ സംസ്ഥാനത്ത് വിദേശ പണം വരുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജീവിതമാർഗം മെച്ചപ്പെടുത്താൻ വേണ്ടി വിദേശത്ത് പോയവരുടെ ഒരു മടങ്ങി വരവാണ്. അത് അവരാരും ഒരിക്കലും ഇങ്ങനെ ഒരു ഹെൽത്ത് എമർജൻസിയിൽ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിച്ചു പോയവരല്ല. അവർ യഥാർത്ഥത്തിൽ അവർ കുടുംബം നോക്കുക എന്നുള്ളതിലുപരി ജീവിതമാർഗം മെച്ചപ്പെടുത്താൻ പോകുന്നു. തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഇവിടെ സുഖവാസത്തിന് വരുന്നതല്ല, അവരവരുടെ ബന്ധുക്കളെ കാണാൻ വേണ്ടി വരുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ജീവിതം അപകടത്തിലാണ് എന്നുള്ളൊരു ലോകവ്യാപകമായ ഒരു ഫിനോമിനനായിട്ട് ഈ കൊറോണ വൈറസ് നിൽക്കുമ്പോൾ ആ രീതിയിൽ തിരിച്ചു വരുന്നവരെ നമ്മൾ എല്ലാ അർത്ഥത്തിലും എങ്ങനെ വന്നാലും നമ്മൾ സ്വീകരിക്കേണ്ട, പക്ഷേ ഇപ്പോഴത്തെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വരുന്നവരെ സ്വീകരിക്കുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും, യഥാർത്ഥത്തിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കൃത്യമായ ബാധ്യതയാണ്. അത് മാത്രമല്ല, നമ്മളത് പറയുമ്പോൾ 1990-91 കുവൈറ്റ് ഇറാഖ് യുദ്ധസമയത്താണ് ഏറ്റവും ഇതിനു മുമ്പ് ഇതുപോലുള്ളൊരു കുടിയൊഴിപ്പിക്കൽ വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടായത്. അന്ന് 1,71,000 പേരെയോളം ഇവിടെ കൊണ്ടുവന്നിരുന്നു, ഇന്ത്യയിൽ കൊണ്ടുവന്നു. അത് ബോംബെയിലാണ് അവരെ എല്ലാം ആദ്യം ഇറക്കിയത്. അന്ന് VP സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി, അന്ന് ഐക്യ ഗുജറാളായിരുന്നു വിദേശകാര്യമന്ത്രി. പിന്നെ അത്തരം വിവരങ്ങളിലേക്ക്, ചരിത്രത്തിലേക്കും അതിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ വിശകലനങ്ങളിലേക്കും ഒക്കെ വരാം. എന്തായാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഹെൽത്ത് എമർജൻസി എന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ പ്രവാസികൾ അധികം നേരിടുന്നത്.
കെ വി അബ്ദുൽ ഖാദർ MLA കൂടി നമുക്കൊപ്പമുണ്ട്. ഒരുപക്ഷെ പ്രവാസികളുടെ കാര്യങ്ങളിൽ ഏറ്റവും അധികം ഇടപെടുന്ന ജനപ്രതിനിധി കൂടിയാണ്. MLA, ഏത് നിലയിൽ കാര്യങ്ങളെ ഈ ഘട്ടത്തിൽ വീക്ഷിക്കാൻ കഴിയുന്നു? ഒരുപക്ഷെ പ്രവാസികൾ എത്തുമ്പോൾ ഏറ്റവും വലിയ ആശങ്ക അവർക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന ആരോഗ്യ സുരക്ഷയാണ്. മാനസികമായി അവർക്ക് ആരോഗ്യം നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആശങ്കകളും സന്ദേഹങ്ങളും ഉയരുന്നത് സമൂഹ വ്യാപനം എന്ന നിലയിലേക്ക് അത് പടരുമോ എന്ന നിലയിലാണ്. ഈ ഘട്ടത്തിൽ നമ്മളുടെ സഹോദരങ്ങളെ തിരിച്ചെത്തിക്കാൻ കേരള സർക്കാർ വലിയ സമ്മർദ്ദമാണ്, ഇടപെടലുകളൊക്കെയാണ് നടത്തിയത്. ആദ്യ സംഘം എത്തിയിരിക്കുന്നു. ഇവർക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത്? വിമാനത്താവളത്തിലടക്കം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഈ വന്ന ആളുകൾക്ക്? സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ ചെയ്ത കാര്യങ്ങൾ ഇന്നലെ തന്നെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അവർ വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങിയത് മുതൽ അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയത് വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്കെല്ലാം വളരെ വ്യക്തമാണ്. അവർക്ക് BSNL ID കൊടുത്തതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ അവരെ എയർപോർട്ടിലിറങ്ങി സ്ക്രീനിങ്ങിന് വിധേയമാക്കി അസുഖ സാധ്യതയുള്ളവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി, ബാക്കിയുള്ളവരെ ഗർഭിണികളെ ഹോം ക്വാറന്റൈൻ അയച്ചു, രോഗികളായിട്ടുള്ള ആളുകളെ ഹോം ക്വാറന്റൈനിലേക്ക് അയച്ചു, ബാക്കിയുള്ളവരെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വളരെ ഫലപ്രദമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. ഇത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ദൗത്യമാണ്. കേരള ഗവൺമെൻറ് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമല്ല. കാരണം നമുക്കറിയാം, ജനുവരി 30 മുതൽ കേരളത്തിൽ ചൈനയിൽ നിന്ന് ഈ ഒരു വിദ്യാർത്ഥിക്ക്, നമ്മുടെ ഒരു വിദ്യാർത്ഥിനിക്ക് ഈ രോഗം പോസിറ്റീവായി എന്നറിഞ്ഞത് മുതൽ കേരളത്തിൽ കാണിച്ച ജാഗ്രതയും അതിൻ്റെ ഫലമായിട്ട് COVID-19 നമുക്ക് വളരെ ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. 25 രോഗികൾ മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേരളം മറ്റൊരു പ്രതിസന്ധിയെ നേരിടുകയാണ്. മറുനാടൻ മലയാളികൾ വലിയ തോതിൽ നമ്മുടെ നാട്ടിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയാണ്. പ്രവാസികൾ, നമ്മുടെ സഹോദരങ്ങൾ വിദേശങ്ങളിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഈ 2 മടങ്ങി വരവിനെയും വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നു. അതേസമയം ഈ രോഗവ്യാപനം ഇല്ലാതെ കൈകാര്യം ചെയ്യാനും കഴിയണം. ഇതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു മെക്കാനിസം തൃപ്തികരമായിട്ട് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് പോലെ എളുപ്പമുള്ളൊരു കാര്യമല്ല. അതാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF ഗവൺമെൻറ് ഈ കാര്യത്തിൽ കാണിക്കുന്ന അങ്ങേയറ്റത്തെ ജാഗ്രത അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ വരുന്ന പ്രവാസികൾ അവർ തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സംവിധാനങ്ങളിലെല്ലാം അതിൻ്റെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാധ്യതകളും പരിമിതികളും ഒക്കെയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന അസൗകര്യങ്ങളുണ്ടാവാം. അപ്പോൾ അതിനോടെല്ലാം സഹകരിച്ചുകൊണ്ട് നമുക്ക് രോഗവ്യാപനം എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയെ നേരിടാനായിട്ട് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തകരുമായിട്ട് നല്ലതുപോലെ സഹകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മറുനാടൻ മലയാളികൾ ധാരാളമായിട്ട് അതിർത്തി കടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അത്തരം കേന്ദ്രങ്ങളിലെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. പക്ഷേ ചിലയിടങ്ങളിൽ ചില അപര്യാപ്തകൾ ഉണ്ടാവാം സ്വാഭാവികമായിട്ട്. അതിനോടെല്ലാം സഹകരിച്ചുകൊണ്ട് നമുക്ക് ഈ മഹാരോഗത്തെ പ്രതിരോധിക്കാനുള്ള മുന്നേറ്റത്തിൽ ഒത്തുചേരാമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. MLA, ഇവിടെ തന്നെയാണ് ഞാൻ ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുകയാണ്. വളരെയധികം ആശങ്കകളുടെ ഒരു പശ്ചാത്തലത്തിലാണ് രോഗമുള്ള ആളുകളാവാം വന്നെത്തുന്നത് എന്നടക്കമുള്ള ആശങ്കകളാണ് ഉണ്ടാകുന്നത്. ഒരു കേന്ദ്രം പോലും അതുകൊണ്ട് തന്നെയാണ് ഒരു നിസ്സംഗത പ്രവാസികളുടെ കാര്യത്തിലൊക്കെ സ്വീകരിച്ചത്. ഇപ്പോൾ 360ഓളം ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് നമ്മൾ ചില നടപടിക്രമങ്ങൾ, ചട്ടങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയതായി ഇനി വരുന്നവർക്ക് അവരെ കരുതാൻ വേണ്ടി എന്തെങ്കിലും നടപടികൾ ഈ കഴിഞ്ഞ ദിവസത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കൂടുതലായി അവർക്ക് വേണ്ടി സംരക്ഷണം ഏർപ്പെടുത്തേണ്ടതുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഒരു ആരോപണങ്ങൾ കൂടി ഉയരുന്ന പശ്ചാത്തലത്തിൽ, അത്തരം ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ്. അല്ല, ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞ വളരെ ശ്രദ്ധേയമായൊരു കാര്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് COVID-19 ടെസ്റ്റ് വേണ്ടത്ര നടത്തുന്നില്ല എന്ന വിവരം ഞങ്ങൾക്കുണ്ട്. അത് വിദേശകാര്യ സഹമന്ത്രി അതിനെ ശക്തമായിട്ട് എതിർത്തു. അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ UAE നിന്ന് ടെസ്റ്റ് നടത്തിയിട്ടാണ് വന്നത്.
പക്ഷേ ഒമാൻ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ ഇന്ത്യൻ എംബസി യാത്രികർക്ക് കൊടുത്തിട്ടുള്ള അറിയിപ്പ് അവിടെ ഈ COVID-19 ടെസ്റ്റ് മുൻകൂറായിട്ട് നടത്താൻ സാധ്യതയില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന ആരോഗ്യ പ്രവർത്തകരുടെ ബാധ്യത കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രോഗം പോസിറ്റീവാണ് എന്നറിയുന്നത് വരെ രോഗികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു വൈറസ് ആയതുകൊണ്ട് വളരെയേറെ സാധ്യതകളുണ്ട്. മുൻകരുതലുകൾ എടുക്കാതെ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. സമൂഹ വ്യാപനം എന്ന് പറയുന്നൊരു വലിയ ഭീഷണി നമ്മുടെ തലക്ക് മുകളിലുണ്ട്. അതുകൊണ്ട് ആ ഭീഷണിയെ നേരിടാൻ അങ്ങേയറ്റത്തെ ജാഗ്രതയോടെയാണ് ഈ നിമിഷം വരെ സംസ്ഥാന ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തകരും പ്രവർത്തിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ സജീവമായിട്ട് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജാഗ്രത തുടരുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഒരു ബാധ്യത കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന്. ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവരുടെ താമസം, ഭക്ഷണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ജാഗ്രതയിൽ നിന്നുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ചുമതല തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ ദൗത്യം നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് ചില ആളുകൾ ചില തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ ജാഗ്രതയോടുകൂടി സംസ്ഥാന ഗവൺമെൻറ് അവരെ കൊണ്ടുവന്ന് അവരെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നു, ചികിത്സ ആവശ്യമുള്ളവർക്ക് അത് നൽകുന്നു. അത് ചെയ്യുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതിനെയും എതിർക്കാൻ ഒരു കൂട്ടം ആളുകളുണ്ട്. ഞാൻ ചിലയിടത്ത് ചില പത്രക്കുറിപ്പുകളും പ്രസ്താവനകളും കാണുകയുണ്ടായി. രോഗികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന രോഗം പരത്താനാണ്. എന്തൊരു കഷ്ടമാണ്. നമ്മുടെ സഹോദരങ്ങളെ ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക? അതിലൊന്നും ഞങ്ങൾക്ക് ബാധ്യതയില്ല, അതൊക്കെ ഗവൺമെൻറ് ചെയ്തോളണം എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടൊരു സംവിധാനമാണ്. തീർച്ചയായിട്ടും ആ ദൗത്യമാണ് ഗവൺമെൻറ് നിർവഹിക്കുന്നത്. അത് നിർവഹിക്കുമ്പോൾ സർക്കാരിനെതിരായിട്ട് ചിലർ പ്രസ്താവനയുമായിട്ട് വരുന്നത് വളരെയേറെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട അത്രത്തോളം ജാഗ്രത സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വിശദീകരണമാണ് MLA ഭാഗത്തു നിന്ന് ഇപ്പോൾ അഭിപ്രായമായി ഉയരുന്നത്. പ്രൊഫസർ ഇരുദയരാജൻ, ഒരുപക്ഷെ ഇപ്പോൾ MLA ചൂണ്ടിക്കാണിച്ചതിൻ്റെ കൂട്ട് നിരവധി വിമർശനങ്ങൾ പല കോണിൽ നിന്ന് വരും. പക്ഷേ നമ്മൾക്ക് നമ്മുടെ പ്രവാസികളെ തിരികെ നാട്ടിലെത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരം മേഖലകളിൽ പരിചയസമ്പന്നതയുള്ള ആൾ എന്ന നിലയിൽ, മുഖ്യമന്ത്രിയുടെ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ കൂടി ഉണ്ടായിരുന്ന വ്യക്തി എന്ന നിലയിൽ പ്രവാസികൾ തിരിച്ചെത്തുമ്പോൾ കാര്യങ്ങളെ എങ്ങനെ വീക്ഷിക്കാനാവുന്നു? ഇല്ല, അവർ നമ്മൾ പറഞ്ഞതുപോലെ അവരെല്ലാം നമ്മളുടെ സഹോദരങ്ങളാണ്. വി ഹാവ് ടു വെൽക്കം ദം. അപ്പോൾ അതിൽ ദർ ഈസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ദറ്റ്. ബിക്കോസ് നോട്ട് ഓൺലി ദേ ആർ അവർ ബ്രദേഴ്സ്, ദേ വർ ഹെൽപ്പിംഗ് അസ് ലൈക്ക് എനിത്തിങ് ഡ്യൂറിങ് ദ 2018 ഫ്ലഡ്സ്. അപ്പോൾ അവർ നമ്മൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മളെ റെമിറ്റൻസ് എക്കോണമി, ഹോൾ കേരള എക്കോണമി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ദേ ആർ ദ ലൈഫ് ലൈൻ ഫോർ ദ കേരള എക്കോണമി. അപ്പോൾ അവരെ നമ്മളിപ്പം കളയാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ ഹാവിങ് COVID-19. ഐ തിങ്ക് അത് വി ഹാവ് ടു സ്റ്റോപ്പ് ദ ടോക്കിംഗ്, വി ഹാവ് ടു ബ്രിങ് ദം ഇഫ് ദേ വാണ്ട് ടു കം. അത് നമ്മൾ ഒരു അണ്ടർലൈൻ ചെയ്യണം. എല്ലാവരെയും നമ്മളിപ്പോൾ ഉടനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. പീപ്പിൾ ഹു വാണ്ട് ടു കം ഓൺ പ്രിയോറിറ്റി, പ്രഗ്നൻറ്റ് വിമൻ, ചിൽഡ്രൻ, എൽഡർലി, അവർ കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരുമ്പോൾ we should look at their psychological and mental health. നമ്മളിപ്പോൾ we are talking only COVID-19. That is not good, because Malayalis have lot of problem with their mental and psychological health. That's why Kerala is now leading as one of the state with the highest suicides. അപ്പോൾ അവർ അവിടെ നിന്ന് ഇവിടെ വന്നാലേ അവരുടെ പാതി അസുഖങ്ങൾ പോകും. നമ്മൾ നാട് എത്തി അതിലെ അവരുടെ നമ്മൾ പറയുമ്പോൾ നമ്മളെ നാട് എത്തി അതിലെ അവരുടെ അസുഖങ്ങൾ പാതി അസുഖങ്ങൾ മാറും. അത് നമ്മൾ മനസ്സിലാക്കണം. പീപ്പിൾ വാണ്ട് കം, അതിനുടെ ഒരു പാതി അസുഖം മാറും. നമ്മളെ വീട്ടിലെത്തി, നമ്മളെ നാട് എത്തി, നമ്മളെ ആൾക്കാരെത്തി, നമ്മളിവിടെ എല്ലാവരും നമുക്ക് ഉണ്ട്. അവരെല്ലാം വന്നിട്ട് കാണാൻ പറ്റില്ല, ബട്ട് അവർ ഉണ്ട്. ഇതിലെ ഐ തിങ്ക് ദാറ്റ് ഹാഫ് ഓഫ് ദ ഡിസീസ് ഈസ് ക്യൂർഡ്. നൗ വി ഹാവ് ടു ബി ആസ് അവർ മിനിസ്റ്റർ പറഞ്ഞ പോലെ, MLA പറഞ്ഞ പോലെ, വി ഹാവ് ടു ബി എക്സ്ട്രാ കെയർഫുൾ, ബിക്കോസ് വി ഷുഡ് നോട്ട് അലൗ ദാറ്റ് people should not talk about that we brought disease people. There will be some people probably with COVID-19 symptoms, but they are our brothers. We have to treat them well, but we should not use this opportunity to stigmatize them, because many times we are very good in stigmatizing migrants. It happens many times. Migrants are bringing disease. We do that even internal migrants. Why we talk about COVID-19? When there is a disease coming up, even within Kerala, we say migrants from other states are bringing virus. So we talk about migrants as a guinea pig, or like a blaming them. We should not do that, because when they are bringing money, we welcome them. When they are bringing good things, we welcome them. When you bring good things,
you also do bring something bad. I think that should be the opportunity, because we always talk about Chinese goods. We always talk about Chinese are doing great thing. We always buy Chinese goods. Fine, but now Chinese brought you the whatever you call the virus. So I think how that overall that maximum understanding of the people will be there. And I think, as MLA rightly said, Kerala government has almost prepared that, and we received only 1,800, not 1,800, even something like 300 people. But please remember, we are expecting at least 30 to 40,000 by this month, and we will continue to receive the return migrants, and I'm expecting that we will be reaching at least 300,000 by September, October. അത് നമ്മൾ ഇന്നല്ലത് ഇത് ഇസ് നോട്ട്. അങ്ങനെ വളരെയധികം ആളുകൾ മടങ്ങി വരുമ്പോൾ ഒരുപക്ഷെ സാധാരണ നിലയിൽ മടങ്ങി വരുന്ന രീതിയിലല്ല. ആദ്യഘട്ടത്തിൽ അജിത് ലോറൻസ് സൂചിപ്പിച്ചതുപോലെ ഒരു ഹെൽത്ത് എമർജൻസിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. എസ് കെ സജീഷ് കേൾക്കുന്നുണ്ടോ? തീർച്ചയായും. ഇവിടെ സൂചിപ്പിച്ചത് പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് വളരെയധികം ആശ്വാസമാണ്. അത് പ്രവാസികൾക്ക് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൂടി ആശ്വാസമാണ്. കേരളമാണ് ഇതിന് മുൻകൈ എടുത്തത്. കേന്ദ്ര സർക്കാരിലധികം ഉൾപ്പെടെ വലിയ സമ്മർദ്ദം കേരളം ചെലുത്തുകയും ചെയ്തു. ഒരുപക്ഷെ പ്രവാസികളെ സ്വീകരിക്കാൻ കേരളത്തിനൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ ഈ കോവിഡ് പ്രതിരോധത്തിൽ തീർത്ത പ്രതിരോധ മുറകൾ, അതൊക്കെ തന്നെ ആ ആത്മവിശ്വാസമാണോ ഇപ്പോഴും കേരളത്തിൻ്റെ കരുത്തായി ഉള്ളത് പ്രവാസികളെ വലിയ തോതിൽ സ്വീകരിക്കാൻ? തീർച്ചയായും പ്രവാസികളെ സ്വീകരിക്കുന്നതിൽ കേരളത്തിന് ആത്മവിശ്വാസമുണ്ട്. വുഹാനിൽ നിന്ന് വന്ന ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുതൽ കേരളം കാണിച്ച കരുതലുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തുമായിട്ടാണ് പ്രവാസികളെ സ്വീകരിക്കാൻ കേരളം നിൽക്കുന്നത്. പ്രവാസികൾ തന്നെ കേരളത്തിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും ഇതുവരെയുള്ള കേരളത്തിൻ്റെ പുരോഗതിയിലുമെല്ലാം വലിയ പങ്കുവഹിച്ച, അതിന് ആത്മവിശ്വാസമായി നമ്മളോട് കൂടെ നിന്നവരാണ് പ്രവാസികൾ. അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നതും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ, കൃത്യതയോടുകൂടി തന്നെ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് രാജ്യത്തെ മറ്റേത് സർക്കാരുകളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ സർക്കാർ അതിന് മുൻകൈയെടുത്തത്. ഇവിടെ കേന്ദ്രത്തോട് തന്നെ 2 ലക്ഷത്തിലധികം ക്വാറന്റൈൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് കൃത്യമായി പറയാൻ വേണ്ടി തയ്യാറായ സംസ്ഥാനം കേരളം മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും അങ്ങനെ പറയാൻ കഴിയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ഏറ്റവും മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോയി. യെസ്, ആ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കൂടുതൽ ആളുകളെ, പ്രവാസികളെ അവർക്ക് കൈത്താങ്ങായി നിൽക്കുന്നത്. MLA, ഈ പ്രവാസികളെ തിരികെ എത്തിക്കണമെന്ന നിർദ്ദേശം ഒക്കെ വെക്കുമ്പോൾ കേരളം എന്തെല്ലാം കാര്യങ്ങളാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നത്? അത്തരം കാര്യങ്ങളൊക്കെ നടപ്പാകുന്നുണ്ടോ? പ്രത്യേകിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ചിലയിടങ്ങളിലൊക്കെ കാണുന്നു. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചാർട്ട് ചെയ്ത ഫ്ലൈറ്റുകൾ പോലും മാറുന്നു. ഇന്ന് 6 രാജ്യങ്ങളിൽ നിന്ന് 9 വിമാനങ്ങൾ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ അതിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധിയോ കോർഡിനേഷൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും ആണോ ഈ പ്രതിസന്ധിക്ക് കാരണം? ഇക്കാര്യത്തിൽ കേന്ദ്രം ആദ്യം മുതലേ സ്വീകരിച്ച നിലപാടുകളിൽ പലപ്പോഴും വൈരുദ്ധ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഉള്ള വിമാന സർവീസുകൾ സമ്പൂർണ്ണമായി അടച്ചിടാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമാണ് ഞങ്ങളെല്ലാം പ്രകടിപ്പിച്ചത്. അവിടെ പരിശോധനാ സംവിധാനങ്ങൾ നടത്തി ആളുകളെ പിന്നെ കൊണ്ടുവരലാണ് ഉചിതമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സമ്പൂർണ്ണമായ വിമാനത്താവളങ്ങൾ അടച്ചിടുന്ന ഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രശ്നം, ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികൾക്ക് വലിയ മാനസിക സംഘർഷമുണ്ടായി. അത് സ്വാഭാവികമാണ്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളും കേരളവും എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്കും കോഴിക്കോട്ടേക്കും പോകുന്ന പോലെ 3 മണിക്കൂർ 4 മണിക്കൂറിന് പോയി വന്നിരുന്ന ഒരു സംഭവം സമ്പൂർണ്ണമായി അടച്ചിട്ടപ്പോൾ വലിയ മനോസംഘർഷങ്ങളിലേക്ക് പ്രവാസികൾ പോയി. അച്ഛൻ മരിച്ചാൽ, ഉപ്പ മരിച്ചാൽ, മാതാവ് മരിച്ചാൽ വരാൻ കഴിയാത്തൊരു അന്തരീക്ഷം, സ്വന്തം മകൾക്കോ അല്ലെങ്കിൽ സഹോദരിക്കോ അടിയന്തരമായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ഘട്ടത്തിൽ പോലും വരാൻ കഴിയാത്തൊരവസ്ഥ. അപ്പം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഉണ്ടായ ഒരു മനോസംഘർഷം അവർക്ക് വലിയ തോതിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞങ്ങൾ കേരള പ്രവാസി സംഘം കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് പ്രക്ഷോഭം ഈ ക്വാറന്റൈൻ ഈ ലോക്ക്ഡൗൺ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഞങ്ങളൊരു ഹർജി നൽകുകയുണ്ടായി. സാന്ദർഭികമായിട്ട് പറയട്ടെ, ഇന്ന് ആണ് ആ ഹർജി ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇന്ന് 11 മണിക്കാണ് പരിഗണിക്കുന്നത്. അപ്പം ഞങ്ങൾ ആ ഘട്ടത്തിൽ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിലെ
നയതന്ത്ര കാര്യാലയങ്ങൾ, ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുണ്ട്. ഈ മിഷനുകളുടെ നേതൃത്വത്തിൽ പ്രവാസികൾക്ക് അവിടെ കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങളും മറ്റും ഒരുക്കണം. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടുതൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഈ എംബസികൾക്കുണ്ട്, അത് കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, അടിയന്തര ഘട്ടങ്ങളിൽ വരേണ്ടുന്ന ആളുകളെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഞങ്ങൾ നേരത്തെ ഈ ഹർജി നൽകിയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിശദീകരണം പറഞ്ഞ് മാറ്റിവെച്ച് പോവുമായിരുന്നു. ഇപ്പോൾ നാമമാത്രമായിട്ട് വിമാന സർവീസുകൾ ആരംഭിച്ചു. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഇന്ന് അത് ലിസ്റ്റ് ചെയ്ത് വന്നത്. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്. അപ്പോൾ ആദ്യം മുതലേ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച കാര്യങ്ങളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ വിമാന സർവീസുകൾ ആരംഭിക്കുന്ന കാര്യത്തിലും എന്തിനാണ് ഇങ്ങനെ പിശുക്കുന്നത്? കമേഴ്ഷ്യൽ സർവീസുകൾ ആരംഭിക്കാമല്ലോ. പ്രവാസികൾ പണം കൊടുത്ത് വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എന്തിനാണ് പിന്നെ ഇങ്ങനെ എണ്ണം കുറച്ചു കൊണ്ടുവരുന്നത്? അവിടുന്ന് അടിയന്തരമായിട്ട് വരേണ്ടുന്ന ആളുകൾക്ക് മുഴുവൻ വരാൻ കഴിയുന്നുണ്ടോ? അതിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മറ്റൊരു കാര്യം, ഈ കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളിൽ ഒരു കഴഞ്ചു പോലും അവർ അയവ് വരുത്താൻ സന്നദ്ധമല്ല. അതായത് ഈ ഫെസ്റ്റിവൽ കാലത്ത് വലിയ തോതിൽ യാത്രക്കാരുണ്ടാകുമ്പോൾ വൻതോതിൽ ചാർജ് വർദ്ധിപ്പിക്കാൻ സിവിൽ വ്യോമയാന മന്ത്രാലയം വിമാന കമ്പനികൾക്ക് നൽകിയ ഒരു അനുമതിയുണ്ട്. ആ അനുമതി ഈ ഘട്ടത്തിൽ പോലും ഒന്ന് അയവ് വരുത്താനോ പിൻവലിക്കാനോ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട കാര്യം. അതുകൊണ്ടാണ് വലിയ തോതിൽ ചാർജ് ഇപ്പോഴും ഈടാക്കുന്നത്. കാരണം ഇതൊരു ദുരിതകാലമാണ്, ഒരു പകർച്ചവ്യാധിയുടെ കാലമാണ്. ജനങ്ങൾ അവിടെ നിന്ന് വരുന്നത് നേരത്തെ ശ്രീ ഇരുദയ രാജൻ സൂചിപ്പിച്ചതുപോലെ ഒരു എന്താ പറയുക, പിക്നിക്കിന് വേണ്ടി വരുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ദുരിതകാലത്ത് അവർ വരികയാണ്. ഈ സന്ദർഭത്തിൽ പോലും നമ്മുടെ രാജ്യത്തിന് വലിയ തോതിൽ വിദേശ നാണ്യ ശേഖരം നൽകുന്ന പ്രവാസികളോട് കേന്ദ്രം കനിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ഒരു രാഷ്ട്രീയമല്ല, അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പച്ചയായ ഒരു രാഷ്ട്രീയമല്ല, അതിനപ്പുറത്തേക്കുള്ള മനുഷ്യത്വപരമായ ചില ഘടകങ്ങൾ കൂടിയാണ് MLA സൂചിപ്പിച്ചത്. അങ്ങനെ പരിഗണിക്കുമ്പോൾ അജിത് ലോറൻസ്, എങ്ങനെ ഈ കാര്യങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാം? ഒരു പക്ഷേ ഇപ്പോൾ MLA പറഞ്ഞതുപോലെ വലിയ മാനസിക സംഘർഷം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൈത്താങ്ങാകേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ചില നിസ്സംഗതകൾ ഉണ്ടാകുന്നത്. കൂടുതൽ വിമാനം അനുവദിക്കുന്നില്ല, ഫ്ലൈറ്റ് ചാർട്ട് ഈടാക്കുന്നു തുടങ്ങിയ ഘടകങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പഴയ സർക്കാരിൻ്റെ കാലത്ത്, കുവൈറ്റ് യുദ്ധത്തിൻ്റെ കാലത്ത് പ്രവാസികളെ കൊണ്ടുവന്നപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെ പറ്റിയൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ കോവിഡ് മാത്രമാണോ പ്രവാസികളെ ഈ മാനസിക സംഘർഷത്തിലേക്ക് എത്തിച്ചത്? അതിനപ്പുറത്തേക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടി, ജീവനൊപ്പം ജീവിതവും എങ്ങനെ എന്നുള്ളൊരു ചോദ്യം, അതല്ലേ വലിയ മാനസിക സംഘർഷത്തിലേക്ക് എത്തിച്ചത്? അവിടെയല്ലേ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടിയിരുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കാണേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിന് കണ്ടിന്യൂഷനായിട്ട് പറയുമ്പോൾ, അന്ന് കുവൈറ്റ് വാർ നടക്കുമ്പോഴുണ്ടായ സംഭവം എന്ന് പറയുന്നത്, അന്ന് 1,71,000 പേരെ കൊണ്ടുവരുവാൻ അന്നത്തെ വിദേശകാര്യമന്ത്രി IK ഗുജറാളും കേരളത്തിൽ നിന്നുള്ള സ്വതന്ത്ര ചുമതലയുണ്ടായിരുന്ന KP ഉണ്ണികൃഷ്ണനും കൃത്യമായി ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് ഇവിടെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ബോംബെയിൽ എത്തിക്കുകയും 1000 രൂപ വഴിച്ചെലവിനൂടെ കൊടുത്തിട്ടാണ് അവരവരുടെ നാടുകളിലേക്ക് അയച്ചു എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിലൊരു ധാർമ്മികത, ഒരു സർക്കാരിൻ്റെ, ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ധാർമ്മികതയാണ് നമ്മളന്ന് കണ്ടത്. അവിടെ അന്ന് യുദ്ധാനന്തരം അല്ലെങ്കിൽ യുദ്ധം നടക്കുമ്പോൾ ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു സാഹചര്യം. ഇപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നതിനേക്കാളും ഇതൊരു ബയോളജിക്കൽ വാറിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുകയും ഇതിന് മറ്റാരെങ്കിലും പഴിക്കാനോ മറ്റൊന്നിനും നിൽക്കാതെ ജനത്തിനെ എല്ലാം അവരവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു ധാർമ്മികത, ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. അപ്പോഴും ഇത്തരത്തിലുള്ള നിബന്ധനകളെല്ലാം നേരത്തെ MLA ശ്രീ KV അബ്ദുൽ ഖാദർ പറഞ്ഞതുപോലെ ഈ ഫെസ്റ്റിവൽ സമയത്ത് ഈടാക്കുന്ന അതേ ഫ്ലൈറ്റ് ചാർജ് ഇപ്പോഴും ഈടാക്കാൻ കമ്പനികളെ അനുവദിക്കുക എന്ന് പറയുന്നത് ദ്രോഹമാണ്. ഈ ജനതയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീചമായൊരു മാനസികാവസ്ഥയാണ്. ചോദിച്ച ഈ നേരത്തെ ഈ പറഞ്ഞ മെൻ്റൽ ട്രോമ, മാനസികമായിട്ടുണ്ടാകുന്ന സംഭവം, ഇത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നൊരു സംഭവമാണ് മാനസികമായിട്ടുള്ള ഈ ട്രോമ എന്ന് പറയുന്നത്. ഈ ട്രോമ യഥാർത്ഥത്തിൽ മെഡിക്കൽ സയൻസിൽ പോലും
കണ്ടെത്താൻ വളരെ പ്രയാസമുള്ളൊരു സാധനമാണ്. ഇത് അച്ഛൻ നോക്കി നിൽക്കുമ്പോൾ മക്കൾ അപ്രത്യക്ഷമാകുന്നു, മക്കൾ നോക്കി നിൽക്കുമ്പോൾ അപ്പനും അമ്മയും മരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാകുന്ന ദീർഘകാലം എടുത്താൽ പോലും മാറാത്ത ഒരു മാനസിക ആഘാതമാണ് ഈ മെൻ്റൽ ട്രോമ എന്ന് പറയുന്നത്. ഈ സാധനം ഈ ഒരു അവസ്ഥ, മാനസികാവസ്ഥ കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസമാണ്, അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്യാൻ തന്നെ പ്രയാസമാണ്. നേരത്തെ ചോദിച്ചു പറഞ്ഞ പോലെ വെറുതെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നവരല്ല. സമ്പന്നരായവരുണ്ട്, അവിടെ നിന്ന് വരുന്നവർ സമ്പന്നരായിട്ടുള്ളവരുണ്ട്. അവരുടെ സാമ്പത്തിക ശേഷി നശിക്കുന്നു, അവർ ഇതുവരെ ജീവിച്ചിരുന്ന ജീവിത നിലവാരം നഷ്ടപ്പെടുന്നു, അവർക്ക് അവരുടെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്നു, അവരുടെ ബന്ധുമിത്രാദികൾ, അവരുടെ ഉറ്റവരും ഉടയവരും മരിച്ചു വീഴുന്നു തുടങ്ങിയ സാഹചര്യങ്ങൾ നിരവധി രീതിയിലാണ് മനസ്സിനെ ആഘാതിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാൻ ഇന്ന് വരെ കേന്ദ്ര സർക്കാർ അത് തീരുമാനിച്ചിട്ടില്ല. ആ മാനസികാഘാതത്തിൻ്റെ ഒറ്റ പരിഗണന മാത്രം എടുത്താൽ കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ ഒരു വ്യത്യസ്ത നിലപാട് വിദേശത്തു നിന്നുള്ള ആരെയായാലും, ഏത് സംസ്ഥാനത്തുകാരനായാലും ഇവിടെ കൊണ്ടുവരുന്നതിലേക്ക് കേന്ദ്ര സർക്കാർ ആ മാനസികാഘാതത്തിൻ്റെ മാത്രം മനുഷ്യത്വപരമായ ഒരു പരിഗണന നൽകിയിരുന്നുവെങ്കിൽ കൃത്യമായും നേരത്തെ ശ്രീ MLA ശ്രീ KV അബ്ദുൽ ഖാദർ പറഞ്ഞതുപോലെ ഒരു നിബന്ധനകളും പാലിക്കാതെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത്, അവിടെ മെഡിക്കൽ ടെസ്റ്റ് അവിടെ നടത്തുന്നതിന് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് പല ആളുകളും വരാൻ മടിക്കുന്നു. കാരണം ഇവിടെ അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടാണ് കഴിഞ്ഞ 2 മാസമായിട്ട് നിൽക്കുന്നത്. ഇനി അവർ ഫ്ലൈറ്റ് ചാർജ് കൊടുക്കണം, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എന്ത് ചെയ്യുമെന്നറിയില്ല തുടങ്ങിയ ഒരുപാട് ബാധ്യതകൾ, സാമ്പത്തിക ബാധ്യത കൂടെ ഉള്ളപ്പോൾ അവിടെ ടെസ്റ്റ് നടത്തുക. അത് യഥാർത്ഥത്തിൽ എംബസികൾ ചെയ്യണം. പിന്നെ ശ്രീ KV അബ്ദുൽ ഖാദർ പറഞ്ഞതുപോലെ അവരുടെ പ്രവാസികളുടെ അവിടെ ഫണ്ടുണ്ട്. ആ ഫണ്ടൊക്കെ ഉപയോഗപ്പെടുത്തി തന്നെ കേന്ദ്ര സർക്കാരിന് ഇവരെ ഫലപ്രദമായ രീതിയിൽ ടെസ്റ്റ് നടത്തി ഇവിടെ കൊണ്ടുവരാം എന്നുള്ളതാണ്. പിന്നെ കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ കേരളം മാതൃകയാക്കി തന്നെ ലോകം തന്നെ എടുത്തു വാഴ്ത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കേരളം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്തരം മാതൃക പാലിക്കാൻ കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതലും സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഒരുതരം അവിടെയാണ് സംസ്ഥാനത്തിന് ചില പരിമിതികളുണ്ട്. കേന്ദ്രം തന്നെയാണ് അടിയന്തരമായി ഇടപെടേണ്ടത്. പ്രത്യേകിച്ച് പ്രവാസികളെ തിരിച്ചെത്തുന്നതിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച സാമ്പത്തിക പ്രതിസന്ധി അടക്കം ആളുകൾക്കുള്ള വ്യക്തിഗതമായ ചില നഷ്ടങ്ങളോ അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിൽ ഏതെങ്കിലും അലംഭാവമോ വിട്ടുവീഴ്ചയോ സാവധാനമോ ഒക്കെ കേന്ദ്രം തിരുത്തിയാൽ അത് ധാർമ്മികമായി സർക്കാരിനുണ്ടാകുന്ന ചില ഒരു മന്ദത എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി ഈ പ്രവാസികളെ കൈയൊഴിയാൻ ഒരിക്കലും കേന്ദ്ര സർക്കാരിന് കഴിയില്ല. ഒരുപക്ഷെ CDSൻ്റെ വിദഗ്ധൻ എന്ന നിലയിൽ കൂടി പ്രൊഫസർ ഇതിന് കാര്യങ്ങൾ കൂടുതൽ വിശദമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രവാസികൾ പല ഘട്ടത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്, പല തരത്തിൽ. പക്ഷേ അതുപോലെ അല്ല. നേരത്തെ ഒരു കണക്ക് ലഭ്യമായതനുസരിച്ച് 2018 14.5 ലക്ഷത്തോളം ആളുകൾ കേരളത്തിലേക്ക് തിരിച്ചെത്തും എന്നായിരുന്നു അറിഞ്ഞത്. 2020 ആകുമ്പോഴത്തേക്ക് അതിൻ്റെ എണ്ണം കൂടും എന്ന നിലയിലായിരുന്നു കണക്കുകൾ സർവേ വന്നത്, CDSൻ്റെ തന്നെ. പക്ഷേ നിലവിൽ അതിനും അപ്പുറത്തേക്ക് പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടാകുന്ന ഘട്ടം. ഇവിടെയാണ് രാജ്യത്തിന് വലിയ സാമ്പത്തിക സ്രോതസ്സായി മാറുന്ന പ്രവാസികൾ. GDPയുടെ 4% പ്രവാസികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ബാങ്ക് ഡിപ്പോസിറ്റിൻ്റെ 38% പ്രവാസികളുടെ ഫണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഒരിക്കലും കൈയൊഴിയാതെ പ്രവാസികളെ കൈത്താങ്ങാകേണ്ട ഒരു സാഹചര്യമായിരുന്നു. അവിടെയാണ് എന്തായാലും ചെറിയ നടപടികളൊക്കെ ആയിട്ടുണ്ട്. കൂടുതൽ വിമാനങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ പോലും എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്? വ്യക്തികളുടെ ഈ മാനസിക സംഘർഷം എന്നതിനൊക്കെ അപ്പുറം സമൂഹത്തിൽ പ്രവാസികൾ തിരിച്ചെത്തുമ്പോൾ ഏതെല്ലാം മേഖലകളെ അത് ബാധിക്കും? പ്രൊഫസർ. சரி, இப்போ நீங்கள் பறஞ்ச காரியத்தை முந்தைய ஒரு காரியத்து போவோம். நம்மளிப்போ லாஸ்ட் இயர் இந்தியாவுக்கு $80 billion கேம். பட் த ப்ராப்ளம் இஸ், இப்போ நம்மளை MLA പറഞ്ഞത് പോലെ, അബ്ദുൽ ഖാദർ പറഞ്ഞത് പോലെ, Kerala Chief Minister is the only Chief Minister wrote a letter to the PM to bring Pravasis. I was asking the other state government, I talked to many states, I am giving interviews to many channels, many people. What happened to the other state chief ministers? Because they are also getting benefits through migration, not just Kerala. Kerala might be getting more. Kerala, 2018, Kerala received 85,000 crores. But there are states like Tamil Nadu, Telangana, Andhra Pradesh, UP, Bihar, Rajasthan. Where are they? If they would have written letter together to the PM, because one hand will not give sound. You have to clap together. Our clapping was not happened for the NRKs. I think NRIs, because NRK there is no Kerala passport. We are all holding Indian passport.
അത് അവിടെ സംഭവിച്ചിട്ടില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ഹോൾ തിങ് വാസ് ഡിലേഡ്. ബിക്കോസ് ഐ വാസ് എക്സ്പെക്ടിങ് ദർ വിൽ ബി എ കളക്റ്റീവ് ബാർഗൈനിങ് ബൈ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് അറ്റ്ലീസ്റ്റ് 8 to 9 states. Because they are getting, there are 45 airports in the country. Kerala has only 4 airports. Our ella flying, the Gulf, the India Gulf is a biggest corridor and biggest air route. And that was been closed for last 40 days. So I think there we have failed. Kerala could at least put their tent on the Indian government, but the problem is Kerala is alone. I think that alone had created this much tension between Kerala and the other government, because other people were not to hold their hands to show they are also worried about their migrants, which was not happen compared to the interstate migrants, because we had about interstate migrants. Second point, ningal paranja pole return migration. I think return migration is a perennial issue for Kerala. It is not something new to Kerala. And return migration is part of immigration. In fact, in the Kerala Assembly, we have 6 MLAs who are return migrants, including our MLA. So we should look at them like they are also coming back with some assets. Today, what you remember is that return migration, you cannot put them in one bracket. I think that is what we should stop, branding them. Today, even without COVID, in 2018, we had close to 14 to 15 lakh return migrants, because Kerala migration history is 50-year-old. 1970 പോകാൻ തുടങ്ങിയ ആൾക്കാരാണ് ഗൾഫിൽ. കുറച്ച് ആൾക്കാർ നമ്മൾ പറയും കള്ളത്തൊഴിലും പോയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. 70 പോകാൻ തുടങ്ങിയ ആൾക്കാരാണ്. ഇന്നും 50 കൊല്ലം പഴക്കമുണ്ട് കേരളത്തിൽ. 50 കൊല്ലം, 50 years history. അപ്പോൾ I have seen some families, grandfather was there, father was there, now son is in Dubai. ഇതൊരു വലിയ, it's like in fact it's like a big connection to the Gulf for last 50 years as a human connection. Trade will go for 100 years between Kerala and Gulf. അപ്പോൾ this is the important thing. So what happened is the return migration is part of the things. But then we should remember that even today when I talk to the studio, I am projecting 3 lakhs people will come. But please remember, at least 1 lakh of them will re-migrate. In Malayalis, what I look at the global crisis. I look at Nidakat. I look at the war situation. All times people come, they will spend 6 months. They will go. I met one migrant, many migrants in the North Kerala. I will ask them, where did you go in the Gulf? I was there for 15 years. Where were you there? 3 years in Dubai, 3 years in Qatar, 4 years in എല്ലാ കൺട്രീസിലും പോകുന്ന ആൾക്കാർ ഇവിടെ കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. Because there is no permanent job. Wherever they have a job, wherever they have visa, they will go. So at least 30% of them will go back. What I call them, they remigrated at the global crisis. They remigrated in the at the time of Nidakat. People lost job in Nidakat. They went to other countries. I have seen them. People who came lost job in Dubai in 2008. I went to see them. They are not there. They already went back to Qatar, because Qatar was flourishing as a games. So I think they will go back. But what we have to do for them, we have to give them extra skills. Yes. We have to give them some type of what we call them, you should upgrade their skills. If you skill them, because why should we only talk about Gulf? We can think of, because Keralites can migrate to 210 countries. Why you are focusing only on the 6 countries? We should go beyond Gulf. Malayalis can go up to US. Why you are talking about only Gulf? I think our mindset should come from the Kerala and the Kerala people. Then probably remigration will be a very easy task, because COVID is going to open up new migration avenues. We don't know right now, but I am sure next 3 to 4 months there will be new avenues will come, and Keralites to be the first one to pick it up, which they started in 1970s. യെസ്, അത് തന്നെയാണ്. വളരെ അധികം 50 വർഷത്തിലധികം പാരമ്പര്യത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അത് വൈകാരികമായി തന്നെ ജനങ്ങളിൽ, പ്രവാസികളിലൊക്കെ പ്രതിഫലിക്കുന്നതാണ്. ഇപ്പോൾ ദുബായിൽ നിന്ന് ജമാലുദ്ദീൻ കൂടി നമ്മുടെ റിപ്പോർട്ടർ ചേരുകയാണ്. ജമാലുദ്ദീൻ, ഒരുപക്ഷെ വലിയ പ്രതീക്ഷകൾ തന്നെ ആയിരിക്കും പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉണ്ടാവുക. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആകും. ആദ്യ സംഘം എത്തി, കൂടുതൽ ആളുകൾ തിരികെ എത്താൻ തയ്യാറായിരിക്കുന്നു. അവരുടെ ഒരുക്കങ്ങൾ ഏത് നിലയിലാണ് ഗൾഫ് മേഖലയിൽ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ജോർജറ്റ്, നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നതിന്റെ സന്തോഷം പ്രവാസി മലയാളികൾ വളരെയധികമുണ്ട്. പക്ഷെ അതേസമയം തന്നെ പരിമിതമായ ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുക എന്നതിന്റെ ഒരു ആശങ്കയും അമർഷവും പ്രവാസി മലയാളികൾക്കുണ്ട്. ഏതാണ്ട് ഈ ആദ്യഘട്ടത്തിൽ 3000 പേർക്ക് മാത്രമാണ് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുക. അതേസമയം അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി 1.5 ലക്ഷത്തിലേറെ പേർ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഇതിൽ ഗർഭിണികളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, വിസ നഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട്, ജോലി ഇല്ലാത്ത ആളുകളുണ്ട്, അതുപോലെ തന്നെ കോവിഡ് അല്ലാത്ത മറ്റ് പല അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇവർക്കൊക്കെ അടിയന്തരമായി നാട്ടിൽ ചികിത്സ തേടേണ്ട ആളുകളാണ്. ഇവർക്കൊന്നും വരാൻ കഴിയാത്തതിന്റെ ഒരു പ്രയാസം വലിയ രീതിയിലുണ്ട്. അതേസമയം തന്നെ കുറച്ച് ആളുകൾക്കെങ്കിലും ഇപ്പോൾ മടങ്ങാൻ കഴിയുന്നതിന്റെ സന്തോഷം മടങ്ങുന്നവർക്കും ഒപ്പം തന്നെ പൊതുവിൽ പ്രവാസി സമൂഹത്തിനും ഉണ്ട്. കാരണം
കേരളത്തിന്റെ ഒരു കരുതലിലേക്കാണ്, സുരക്ഷയിലേക്കാണ് തങ്ങൾ മടങ്ങുന്നതെന്ന ഒരു ബോധ്യം ഈ പ്രവാസി മലയാളികൾക്കുണ്ട്. ഇത് ഇവരെ ഏറെ സന്തോഷപ്പെടുത്തുന്നുണ്ട്. ഏതായാലും എസ് ജമാലുദ്ദീൻ, കേരളത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എത്ര ഫ്ലൈറ്റുകളാണ് ഇന്നുള്ളത്? എത്ര ആളുകൾ കേരളത്തിലേക്ക് എത്തും ഇന്ന്? ഇന്ന് 2 വിമാനങ്ങളാണ് കേരളത്തിലേക്ക് വരുന്നത്. ബഹ്റൈനിൽ നിന്നും അതുപോലെ തന്നെ റിയാദിൽ നിന്നും. റിയാദിൽ നിന്ന് ഇന്നലെ പുറപ്പെടേണ്ട വിമാനമാണ് ഇന്ന് പുറപ്പെടുന്നത്. കരിപ്പൂരിലേക്ക് രാത്രി 8:30യോടുകൂടി ഈ വിമാനം എത്തും. ഏതാണ്ട് 200ഓളം യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉള്ളത്. ഇതിനുള്ള ആളുകൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഈ വിമാനത്താവളങ്ങളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ് യാത്രക്കാർ ഉള്ളത്. ബഹ്റൈനിൽ നിന്ന് 180 യാത്രക്കാരാണ് ഇന്ന് രാത്രിയോടെ കൊച്ചിയിൽ എത്തുന്നത്. ഈ വരുന്ന യാത്രക്കാർക്കെല്ലാം തന്നെ വിമാനത്താവളങ്ങളിൽ റാപ്പിഡ് ടെസ്റ്റ് നടത്തും. അതുപോലെ ഗ്ലൗസും മാസ്കുകളും ധരിച്ചാണ് യാത്രക്കാർ വരേണ്ടത്. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ എടുക്കണമെന്ന് അധികൃതർ നേരത്തെ തന്നെ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സർവീസുകൾ കേരളത്തിലേക്ക് നടത്തുന്നുണ്ട്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 15 വിമാന സർവീസുകൾ മാത്രമാണ് ഈ ആദ്യഘട്ടത്തിൽ കേരളത്തിലേക്ക് നടത്തുന്നത്. അതായത് 3000ഓളം പേർക്ക് മാത്രമാണ് കേരളത്തിലേക്ക് വരാൻ കഴിയുക. അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങാനുമുണ്ട്. യെസ്, വ്യക്തമാണ്. ജമാലുദ്ദീനാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്നേഹത്തണലിൽ പ്രവാസികൾ തിരിച്ചെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ചർച്ചകളുമാണ് കൈരളി ഈ നിമിഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട് നിന്ന് SK സജീഷ് നമുക്കൊപ്പം ചേരുകയാണ്. സജീഷ്, ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ പറ്റിയാണ്. അതിനപ്പുറത്തേക്ക് പ്രവാസ ലോകവുമായി ഉള്ള ഒരു പാരമ്പര്യമായ ഒരു ബന്ധം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. എംബസി കൃത്യമായ നടപടികളൊക്കെ എടുക്കണമായിരുന്നു. ഇക്കാര്യത്തിൽ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ കൂടി പരിശോധിച്ചാൽ കേന്ദ്ര സർക്കാർ കൃത്യമായ നടപടികൾ എടുക്കുന്നില്ല, ആവശ്യത്തിന് വിമാനം നൽകുന്നില്ല, തിരിച്ചെത്തുന്നവർക്ക് സഹായം സാമ്പത്തികമായി വിമാന ടിക്കറ്റുകൾ പോലും നൽകുന്നില്ല. അതിനപ്പുറത്തേക്ക് PM കെയർ എന്ന് വിളിക്കുന്ന ഒരു ഫണ്ടുണ്ട്, അതിൽ നിന്ന് പോലും ₹1 ചെലവഴിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നൊരു അവസ്ഥ കൂടിയുണ്ട്. അത്തരം കാര്യങ്ങളെ എങ്ങനെ കാണുന്നു രാഷ്ട്രീയമായി വിശകലനം ചെയ്താൽ? തീർച്ചയായും നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്ത് എന്നും കേരളത്തിലെ സാഹചര്യം എന്ത് എന്നും മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് രാവിലെ നമ്മളെല്ലാവരും ഉറക്കമെണീറ്റത് ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. മഹാരാഷ്ട്രയിൽ അതിഥി തൊഴിലാളികളായ 17ലധികം പേർ റെയിൽപാളത്തിൽ കിടന്നുറങ്ങി യാത്ര ചെയ്യുന്ന സാഹചര്യം വന്നു. അവരുടെ നാട്ടിലെ കിലോമീറ്ററുകൾ നടന്നു പോകേണ്ട സാഹചര്യം വന്നു. അവർ ട്രെയിന് തട്ടി മരിക്കുന്നു എന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ അവസ്ഥയെ നേരിടാനുള്ള യാതൊരു സാഹചര്യവും ഒരുക്കാൻ രാജ്യം ഭരിക്കുന്ന സർക്കാർ തയ്യാറാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. PM കെയറിലേക്കുള്ള ഫണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല. വലിയ കമ്പനികളുടെ ഫണ്ട് ഉൾപ്പെടെ PM കെയറിലേക്കാണ് വരുന്നത്. അതൊന്നും ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, പ്രവാസികളുടെ കാര്യമെടുത്താൽ പ്രവാസികളുടെ എമിഗ്രേഷൻ ഫീ ഈടാക്കി കഴിഞ്ഞാൽ അതവർക്ക് തിരിച്ചു നൽകണം എന്നുള്ളതാണ് വ്യവസ്ഥ. അതുപോലും നൽകാൻ വേണ്ടി തയ്യാറാകുന്നില്ല. എംബസി സർവീസ് ചാർജുകളുണ്ട്, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല. നേരത്തെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടുണ്ട്, ആ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഇങ്ങനെ ഒന്നും ഉപയോഗപ്പെടുത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നത് ഒരു വശത്തും, രണ്ടാമത്തെ വശത്ത് രാജ്യത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ബാധ്യത എന്ത്? ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിനും ഡീസലിനും വിലയുള്ള രാജ്യമായി ഇപ്പോൾ ഇന്ത്യ നിൽക്കുകയല്ലേ. $105 ഉണ്ടായിരുന്ന ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില വെറും $15 കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ ചെറിയൊരു ആശ്വാസമായി ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിനോ അല്ലെങ്കിൽ ചരക്ക് കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള സൗകര്യത്തിനായി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കാൻ തയ്യാറാകുന്നു. ഇതൊന്നും തയ്യാറാകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമായി നാം കാണേണ്ടതുണ്ട്. മറ്റൊരു വശം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരളം എക്കാലത്തും പ്രവാസികളോട് ഏറ്റവും കൃത്യമായ സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചാണ് പോയിട്ടുള്ളത്. പ്രവാസികളുടെ കാര്യം കൈകാര്യം ചെയ്യുന്നത് രാജ്യമാണെങ്കിലും നായനാരുടെ കാലത്ത് തന്നെ കേരളത്തിൽ നോർക്ക എന്ന് പറഞ്ഞ ഒരു വകുപ്പ് പ്രവാസികൾക്ക് വേണ്ടി ഉണ്ടാവുകയാണ്. പിന്നീട് അടുത്ത VS ഗവൺമെൻറ് കാലമാകുമ്പോഴാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് വരുന്നത്. ഇങ്ങനെയെല്ലാം ഉണ്ടായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. നമ്മൾ 2 കാര്യങ്ങൾ ഇതിൽ കാണേണ്ടതുണ്ട്. ഒന്ന്, ഒരു കരുണയും കനിവും കാണിക്കാത്ത കേന്ദ്ര സർക്കാരും, മറ്റൊന്ന് എട്ടുകാലി മമ്മൂഞ്ഞുകളെ പോലെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷവും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പോൾ പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ ഈ കോൺഗ്രസുമായും UDFുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലുമെല്ലാം വരുന്നത് 90കളിലെ യുദ്ധകാലത്ത് കൊണ്ടുവന്നത് ഞങ്ങളാണ് സൗജന്യമായി എന്ന് തള്ളുകയാണവർ. വസ്തുത എന്താണ്?
എല്ലാവർക്കും അറിയാമല്ലോ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരം വേളകളിൽ ചില നുണകൾ പൊളിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. 90-91 കാലഘട്ടത്തിൽ ഗൾഫ് യുദ്ധം നടക്കുമ്പോൾ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ? രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. അന്ന് ഇടതുപക്ഷം പുറമേ നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു ലെഫ്റ്റ് മൈൻഡുള്ള ഗവൺമെന്റ് VP സിംഗിന്റെ നേതൃത്വത്തിലാണ് രാജ്യം നിലനിൽക്കുന്നത്. അതേ സമയത്ത് തന്നെ കേരളത്തിലെ നായനാർ സർക്കാർ കൃത്യമായി ഇടപെട്ടു എന്ന് മാത്രമല്ല, അന്ന് മന്ത്രിസഭ പ്രത്യേകമായി യോഗം ചേർന്നുകൊണ്ട് സഖാവ് TK ഹംസയെ അങ്ങോട്ട് അയച്ചു. അവിടെയുള്ള ആളുകളെ, ക്യാമ്പിൽ കഴിയുന്നവരെ നേരിട്ട് സന്ദർശിച്ച് അവരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരെ മുഴുവൻ ആളുകളെയും ബോംബെയിൽ തിരിച്ച് കേരളത്തിൽ എത്തിച്ചിട്ടാണ് TK ഹംസയ്ക്ക് മടങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. യുദ്ധകാലഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും വകവെക്കാതെ കേരളത്തിൽ ഇടതുപക്ഷവും അതിൻ്റെ നേതൃത്വവും ചെയ്ത പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളാണ് യുദ്ധകാലത്തെ പ്രവർത്തനം. അതുപോലും തങ്ങളുടേതാണ് എന്ന വ്യാജ പ്രചാരണം നടത്തുന്നവരായി ഇപ്പോൾ കോൺഗ്രസ്സുകാരും UDFന്റെ പ്രവർത്തകരും ലീഗുകാരും എല്ലാം മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഒരു കാര്യം, ഇത്തരം പ്രചാരണങ്ങളൊന്നുമല്ല ഈ കാലഘട്ടത്തിന് ആവശ്യം. നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു സംവിധാനവും ഉപയോഗിക്കുന്നില്ലല്ലോ. യുദ്ധക്കപ്പൽ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന് പോലും കാശ് ഈടാക്കുക എന്ന് പറഞ്ഞാൽ, യുദ്ധക്കപ്പൽ സാധാരണഗതിയിൽ ആളുകൾ സഞ്ചരിക്കുന്നതല്ലല്ലോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉപയോഗിക്കുകയാണല്ലോ. അതിൽ സഞ്ചരിക്കുന്നവരോട് പോലും തുക ഈടാക്കണം, വിമാനത്തിന് തുക ഈടാക്കണം. മാത്രവുമല്ല, വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. ലോകം മുഴുവൻ ക്രൂഡ് ഓയിൽ വിലയിടിഞ്ഞ സാഹചര്യത്തിൽ, ഏവിയേഷൻ ഓയിലിന്റെ ഉൾപ്പെടെ വില കുറഞ്ഞ സാഹചര്യത്തിൽ വേണമെങ്കിൽ വിമാന കമ്പനികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണ പ്രകാരം ടിക്കറ്റ് ചാർജ് കുറച്ചെങ്കിലും നൽകാം. അതിനു പോലും തയ്യാറാകുന്നില്ല എന്നത് എന്തൊരവസ്ഥയാണ്. ഈ രാജ്യം ഭരിക്കുന്നവർക്ക് ഈ രാജ്യത്തോട് ഒരു കരുണയുമില്ലേ? അവരിപ്പോഴും കാര്യങ്ങൾ വ്യക്തമാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരം സമീപനങ്ങൾ തന്നെ ആവർത്തിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ്. SK സജീഷ് അക്കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഒരുപക്ഷെ MLAക്ക് കഴിയും. MLA ബഷീറിന്റെ കഥാപാത്രത്തെ കൂടി ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷത്തെ കൂടി പരാമർശിച്ചുകൊണ്ടായിരുന്നു SK സജീഷിന്റെ വിമർശനം മുന്നോട്ട് പോയത്. കേന്ദ്രത്തിന് ചില അപാകതകളുണ്ട്. ഒരുപക്ഷെ രാജ്യത്ത് എങ്ങനെ ഇത്തരമൊരു പ്രതിസന്ധി തരണം ചെയ്യണം എന്നതിനെ പറ്റിയ ഒരു നയം കൃത്യമായി രാജ്യത്തില്ലാത്ത ഒരവസ്ഥ, അതിൻ്റെ ഒരു പ്രത്യാഘാതം കൂടിയാകും ഇന്ന് ഉണ്ടായ ദുരന്തം. റെയിൽപാളത്തിൽ ഇതര സംസ്ഥാനത്ത് നിന്ന ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന അവസ്ഥ പോലും. അത്തരം നിരവധി സംഭവങ്ങൾ ഈ ലോക്ക്ഡൗൺ കാലത്തടക്കം നമ്മൾ കണ്ടു. അത്തരം പ്രതിസന്ധികളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ പ്രവാസികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും? കേന്ദ്രം ഒരു ഭാഗത്ത് മറ്റൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രവാസികളുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? അവിടെ കേരളത്തിന് എന്തെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയും? പ്രവാസികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇത് വളരെ ദീർഘമായൊരു മറുപടി അർഹിക്കുന്ന ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. സജീഷ് നേരത്തെ പറഞ്ഞതിനൊരു തുടർച്ചൂടി വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ ഞാൻ പത്രത്തിൽ കണ്ടു 4 നേതാക്കളും മെഴുകുതിരി കത്തിക്കുന്നത്, പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ. സത്യത്തിൽ എനിക്ക് നേരത്തെ സജീഷ് പറഞ്ഞതുപോലെ തമാശയാണ് തോന്നിയത്. കാരണം അധികാരം കയ്യിലുള്ള സമയത്ത് ഒരു കാര്യവും പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇവിടെ നേരത്തെ സജീഷ് പറഞ്ഞല്ലോ, VS ആണ് ക്ഷേമനിധി കൊണ്ടുവന്നത്. ശരിയാണ്, അദ്ദേഹം ക്ഷേമനിധി കൊണ്ടുവന്നു. 500 രൂപയുടെ പെൻഷനാണെന്ന് ആദ്യഘട്ടത്തിൽ അനുവദിച്ചത്. അതിനുശേഷം 5 വർഷം ഉമ്മൻചാണ്ടി ഭരിച്ചല്ലോ. 1 രൂപ ആ പ്രവാസി ക്ഷേമനിധിയിൽ വർദ്ധിപ്പിക്കാൻ മെഴുകുതിരി കത്തിച്ച ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയുടെ ഗവൺമെൻറ്റിനും കഴിഞ്ഞോ? അന്ന് കഴിഞ്ഞില്ല. പിണറായി വിജയൻ വന്ന ശേഷമാണ് അത് 3 ഇരട്ടി വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കിയത്. അപ്പോൾ മെഴുകുതിരി കത്തിച്ചോട്ടെ, ആ മെഴുകുതിരി കത്തിക്കുന്നവരുടെ നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളത് ജനം വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് എന്നവർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, കേന്ദ്രാധികാരം ഏറ്റവും കൂടുതൽ വർഷക്കാലം കൈകാര്യം ചെയ്തവരാണ് കോൺഗ്രസ്സുകാർ. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് 1 രൂപ ചെലവഴിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ടോ? വയലാർ രവി 10 വർഷം പ്രവാസികാര്യ മന്ത്രിയായിരുന്നു. അദ്ദേഹം കുറേ രാജ്യങ്ങൾ സന്ദർശിച്ചു. ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ വിമർശിക്കുകയല്ല, പക്ഷേ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. എത്രയോ വട്ടം ഞങ്ങളെല്ലാം അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുത്ത സമ്മേളനത്തിൽ നേരത്തെ
സജീഷ് ചൂണ്ടിക്കാണിച്ച ഇമിഗ്രേഷൻ ഫീ അത് ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഫണ്ടൊന്നും കേന്ദ്രത്തിൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. ഇപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കോൺഗ്രസ്സുകാർ മെഴുകുതിരി കത്തിക്കുന്നു, ബോർഡ് വെക്കുന്നു എന്ന് കാണുമ്പോൾ ഈ പഴയ കാര്യം ഓർക്കുന്നത് സ്വാഭാവികമാണ്. അവിടെയാണ് കേരളത്തിലെ LDF ഗവൺമെൻറ് വ്യത്യസ്തമാകുന്നത്. അധികാരം കിട്ടിയ സന്ദർഭങ്ങളിലെല്ലാം നായനാരായാലും VS ആയാലും ഇപ്പോൾ ശ്രീ പിണറായി ആയാലും പ്രവാസികളോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ധാരാളം ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ തന്നെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യം ഇപ്പോൾ NDPRM തിരിച്ചു വരുന്ന പ്രവാസികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സ്കീമാണ്. അത് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ചത് ഈ കഴിഞ്ഞ 4 വർഷമാണ്. ചില ബാങ്കുകൾ അത് നടപ്പിലാക്കാൻ നിർവാഹമില്ല, ഞങ്ങൾ ലോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷനും SC/ST കോർപ്പറേഷനും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ അതിലേക്ക് കൊണ്ടുവന്നത് ഈ ഗവൺമെൻറ്റാണ്. കൂടുതൽ ആളുകൾക്ക് ആ പദ്ധതി വഴി സഹായം നൽകാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. പ്രവാസി ക്ഷേമനിധിക്കും നോർക്കയ്ക്കും നൽകുന്ന ഫണ്ട്, സാന്ത്വനം ഫണ്ടെല്ലാം വലിയ തോതിൽ നൽകാൻ വേണ്ടി ഗവൺമെൻറ്റിന് കഴിഞ്ഞു. പക്ഷേ നമുക്കെല്ലാം അറിയാം, ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഭവം പ്രത്യേകിച്ച് ഈ കാലത്ത് വളരെ വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് കൂടുതൽ ക്ഷേമ പദ്ധതികളും പുനരധിവാസ പദ്ധതികളും നടപ്പിലാക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു പാക്കേജ് അനിവാര്യമായി പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രവാസ ലോകം ഇതേക്കുറിച്ച് തിരിച്ചറിയണമെന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള പ്രവാസി സംഘം എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടന നിരന്തരമായിട്ട് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റുകൾക്ക് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾക്ക് നിവേദനം നൽകി. ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ് ആ കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. ഇനി തിരിച്ചു വരുന്ന പ്രവാസികൾക്കും ക്ഷേമ പദ്ധതികൾ ഉണ്ടാക്കണം, പുനരധിവാസ പദ്ധതികൾ ഉണ്ടാക്കണം. ശ്രീ ഇരുദയരാജൻ ഉൾപ്പെടെയുള്ള വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഉള്ള ചർച്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് ഇടപെടേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ അതുവഴി കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടാണ് ഉള്ളത്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രവാസികളെ, ഈ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെത്തുന്ന എല്ലാ പ്രവാസികളെയും സംരക്ഷിക്കേണ്ടതിന് ഒരു പാക്കേജ് അടിയന്തിരമായി ഉണ്ടാകേണ്ടതുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും മൗനം മാത്രമാണ്. പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും 1,76 1.76 ക്രോർസിൻ്റെ പാക്കേജുകളൊക്കെ പറഞ്ഞെങ്കിലും പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു നയവും കേന്ദ്രം മാത്രമല്ല BJPയോ കോൺഗ്രസോ ഒന്നും അത് അവരുടെ നയം വ്യക്തമാക്കിയിട്ടില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് ഉമേഷ് കൂടി ഇപ്പോഴത്തെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഉമേഷ്, കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം വന്നെത്തിയവരെയൊക്കെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്? അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എന്ത്? അവരുടെ പ്രതികരണങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? ജോർജറ്റ്, കഴിഞ്ഞ ദിവസം 181 യാത്രക്കാരുമായാണ് അബുദാബിയിൽ നിന്നുള്ള വിമാനം കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. ഇതിൽ എറണാകുളം ജില്ലക്കാരെ കൂടാതെ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരുമുണ്ട്. അവരിൽ പലരെയും അവരുടെ അതാത് ജില്ലകളിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രത്യേകം തയ്യാറാക്കിയ നിരീക്ഷണ കേന്ദ്രത്തിൽ എല്ലാവരെയും പാർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രായമായവരും ഗർഭിണികളും ഉൾപ്പെടെയുള്ളവർ അവരെ മാത്രം അവരുടെ അവർക്ക് വീടുകളിലാണ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളവരാണ് ഇത്തരത്തിൽ സർക്കാർ കണ്ടെത്തിയ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പാർപ്പിച്ചിരിക്കുന്നത്. എറണാകുളത്ത് അത്തരത്തിൽ നിരീക്ഷണ കേന്ദ്രം കളമശ്ശേരി SCMS കോളേജിലെ ഹോസ്റ്റലിലാണ് എറണാകുളത്തെ നിരീക്ഷണ കേന്ദ്രം. ഇവിടെ എറണാകുളത്തുകാരായ 25 പേർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതിൽ 8 പേർ ഗർഭിണികളും 2 പേർ പ്രായമായവരുമാണ്. അതുകൊണ്ട് ആ 10 പേരെ അവരവരുടെ വീടുകളിലേക്കാണ് അയച്ചത്. ബാക്കിയുള്ള 15 പേരാണ് എറണാകുളത്തേക്ക് വന്നത്. ഇതുകൂടാതെ എറണാകുളത്തുകാർ 15 പേർ ഇല്ല, 12 പേരാണ് എറണാകുളം ജില്ലക്കാർ ഈ SCMS കോളേജ് ഹോസ്റ്റലിലുള്ളത്. ബാക്കി 5 പേർ മറ്റ് ജില്ലക്കാരാണ്. അതായത് കോഴിക്കോട് നിന്നുള്ള 4 പേരും കൊല്ലത്ത് നിന്നുള്ള ഒരാളുമാണ്. ഈ കോഴിക്കോട് നിന്നുള്ള 4 പേരിൽ ഒരാൾ ഇത്തരത്തിൽ ഗർഭിണിയാണ്. അവർക്ക് ഇന്നലെ രാത്രി വന്ന ഉടൻ തന്നെ ഇത്രയും ദൂരം സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കളമശ്ശേരിയിലെ ഈ ഹോസ്റ്റലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അവരും അവരുടെ ഭർത്താവും മറ്റ് 2 കോഴിക്കോട് സ്വദേശികളായവരും അവരെല്ലാം ഒരുപക്ഷെ അവരുടെ ജില്ലകളിലേക്ക് മാറ്റാനുള്ള സൗകര്യം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുകൂടാതെ
കൊല്ലം സ്വദേശിയും അസുഖബാധിതനാണ്. ഗുരുതര രോഗമുള്ളതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താൽക്കാലികമായി എറണാകുളത്തെ നിരീക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെയും ഇന്ന് തന്നെ ഒരുപക്ഷെ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ട്. ബാക്കിയുള്ള 12 പേർ നിരീക്ഷണ കേന്ദ്രത്തിൽ സുരക്ഷിതരായി തന്നെ കഴിയുന്നു. അവർക്ക് മറ്റ് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെയില്ല. 7 ദിവസം കഴിയുമ്പോൾ ഇവരുടെ പരിശോധന നടത്തും. അവർക്ക് അവരുടെ ഫലം നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് അവരുടെ വീടുകളിലേക്ക് പോകാം. ബാക്കി അവരുടെ വീടുകളിലായിരിക്കും നിരീക്ഷണം തുടരുക. ഒപ്പം ഇന്ന് രാത്രി 11:30യോടെയാണ് ബഹ്റിനിൽ നിന്നുള്ള വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുക. അവരെ കൊണ്ടുവരാനായി ഉച്ചയ്ക്ക് 12 മണിയോടെ ഈ വിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടും. അവിടെ നിന്ന് അവരെ കൂട്ടി 4:30യോടെ ആയിരിക്കും അവിടെ നിന്ന് വിമാനം പുറപ്പെടുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. രാത്രി 11:35ഓടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും. അതിലും 150ഓളം യാത്രക്കാർ ഉണ്ടാകും. ഇവരെയും ഇന്നലെ ചെയ്ത അതേ മാതൃകയിൽ തന്നെ വളരെ സുരക്ഷിതരായി KSRTC ബസ്സുകളിൽ ഉൾപ്പെടെ അവരവരുടെ ജില്ലകളിലേക്കാക്കും. എറണാകുളത്തെ ഈ നിരീക്ഷണ കേന്ദ്രത്തിലും പാർപ്പിക്കും. ആ രീതിയിൽ തന്നെയാണ് ഇന്നും സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഈ യാത്രക്കാർ വന്നു പോയതിനു ശേഷം വിമാനത്താവളം പരിസരം എല്ലാം തന്നെ അണുവിമുക്തമാക്കുന്നുണ്ട്. അതിനുശേഷം വളരെ സുരക്ഷിതമായിട്ടായിരിക്കും ഇവരെല്ലാവരും ഇവിടെ ഇറക്കുക. അതിനുശേഷം തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. അങ്ങനെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അവരവരെ അതാത് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് പാർപ്പിക്കുകയും ചെയ്യും. ഇന്ന് 12 മണിയോടെ വിമാനം പുറപ്പെടും. രാത്രി 11:30യോടെ തിരിച്ചെത്തും. ജോർജറ്റ്. യെസ്, ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. MLA ഒരു ചോദ്യം കൂടി, MLA സമയത്തിരക്കിൻ്റെ കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രവാസികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുക? കേരളത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, മനുഷ്യ വിഭവശേഷിയാണ് കേരളത്തിൻ്റെ കരുത്ത് എന്ന നിലയിൽ. അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചയും പഠനവും ഒക്കെ അനിവാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ പ്രവാസികൾ അവരുടെ സാമ്പത്തികാവസ്ഥ നിശ്ചലമാകുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ വലിയൊരു വരുമാന മാർഗം കൂടിയായിരുന്നു. ഒരുപക്ഷെ ജനങ്ങളുടെ വിനിമയശേഷി പ്രവാസികളുടെ മാസശമ്പളത്തിൽ നിന്നായിരുന്നു സാധാരണ ജനങ്ങൾക്കൊക്കെ ലഭ്യമായിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു സാമ്പത്തിക പുനഃക്രമീകരണം അടക്കമുള്ള നടപടികൾ അനിവാര്യമല്ലേ? അല്ല, സംസ്ഥാന ഗവൺമെൻറ് പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഇപ്പോൾ ഇതിൽ വിശദീകരിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ COVID-19 വന്ന ശേഷം ഗവൺമെൻറ് പ്രഖ്യാപിച്ചൊരു പദ്ധതി, ഈ ജനുവരി 1 ശേഷം വന്ന ആളുകൾ, ലോക്ക്ഡൗൺ മൂലം തിരിച്ചു പോകാൻ കഴിയാതിരുന്ന ആളുകൾ, അങ്ങനെ വന്ന പ്രവാസികൾക്ക് ഒരു സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. നമ്മളറിയണം, ഏകദേശം 1,40,000-ഓളം ആളുകളാണ് നോർക്കയിൽ പേര് രജിസ്റ്റർ ചെയ്തത്. നിങ്ങൾ ഓർക്കണം, ഈ ഒരു 2-3 മാസത്തിനുള്ളിൽ കേരളത്തിൽ വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയാത്ത ആളുകൾ. അപ്പോൾ കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഗവൺമെൻറ് അത് നൽകാൻ വേണ്ടി പോവാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇത് ഒരുപാട് ഫണ്ട് ഖജനാവിൽ ഉണ്ടായിട്ടല്ല, പക്ഷേ പ്രവാസികളോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, അതുകൊണ്ടാണ് ഇതെല്ലാം ഗവൺമെൻറ് പ്രഖ്യാപിച്ചതും നടപ്പിലാക്കുന്നതും. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം, ഇപ്പോൾ തിരിച്ച ആളുകൾ വരുന്നു, വന്നിട്ട് അവർക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത ആളുകൾ, തീർച്ചയായിട്ടും അതേക്കുറിച്ച് വിപുലമായ ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ മേഖലയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. കാരണം മടങ്ങി വരുന്നവരെല്ലാം ഒരേ തരത്തിൽപ്പെട്ട ആളുകളല്ല. വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അവിദഗ്ധരുണ്ടാവാം, രോഗികൾ ഉണ്ടാവാം, ഇനി തിരിച്ചു പോകാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവാം. ഇങ്ങനെ ഉള്ള ആളുകളെ തരംതിരിച്ച് ഓരോ മേഖലയിലുമുള്ള ആളുകളെ എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ച് അത് വിദഗ്ധമായ ഒരു ചർച്ച ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും കുറച്ച് കാശം കൊടുത്താൽ അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അതേസമയം അവർക്ക് പുനരധിവാസ പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്. അതിന് സാധ്യമായ സ്കീമുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് തൊഴിൽ നൈപുണ്യമുള്ള ആളുകൾ ഉണ്ടാവും, വിദ്യരായ ആളുകൾ ഉണ്ടാകും.